കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്ന് KPCC വക്താവ് അനിൽ ബോസ്. UDF നേതൃത്വം അടിയന്തരമായി വ്യക്തത വരുത്തണം. കുട്ടനാട് കേരള കോൺഗ്രസിന്റെ കുത്തകപ്പാട്ടമല്ലെന്നും അനിൽ ബോസ് പറഞ്ഞു. 100% സീറ്റ് ഏറ്റെടുക്കണം. ഇത് നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റികളും കുട്ടനാട്ടിലെ നേതൃത്വവും സംയുക്തമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇക്കുറി കോൺഗ്രസ് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണം, കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്. ആ കാര്യത്തിൽ അപ്പോഴും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. UDF നേതൃത്വം അടിയന്തരമായി വ്യക്തത വരുത്തണം. കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കുത്തകപ്പാട്ടം കൊടുത്തിട്ടില്ല, സ്ഥിരമായി തോൽക്കുകയാണ്. അപ്പോൾ ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് കുട്ടനാട്ടിലെ പൊതുവികാരമാണ്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കുത്തകപ്പാട്ടമായി ഈ സീറ്റ് നൽകിയിട്ടില്ല എന്നൊക്കെ അനിൽ ബോസ് വളരെ ശക്തമായി വാദിക്കുന്നുണ്ട്. ഈ സീറ്റിലെ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഈ സീറ്റിൽ അനിൽ ബോസിനൊരു കണ്ണുണ്ടോ അശ്വിൻ? കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിൽ സീറ്റ് ചർച്ച ആരംഭിച്ച നാൾ മുതൽ അനിൽ ബോസ് ഈ പ്രശ്നം ഉയർത്തുന്നതാണ്. ഇന്നേ വരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആ സീറ്റിൽ ജയിക്കാനായിട്ടില്ല. നേരത്തെ UDFന്റെ പക്ഷത്തുണ്ടായിരുന്ന സീറ്റ് പിന്നീട് LDF പിടിച്ചെടുത്തത് സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നതിന് പിന്നാലെയാണ് അത് അവരുടെ കുത്തകയല്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെയും ഉന്നയിച്ചതാണ്. എന്തായാലും ഈ സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വീണ്ടും ഒരു പൊട്ടിത്തെറിയുമായി അനിൽ ബോസ് എത്തിയിരിക്കുന്നത്. കുട്ടനാട് സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം അനിൽ ബോസ് നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു. പക്ഷേ അത് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ ഇരിക്കുന്നതിനാൽ മത്സരം സാധ്യമല്ല എന്ന മറുപടി കൊടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. നിലവിൽ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ റജി ചെറിയാൻ അവിടെ തീരുമാനിക്കുകയും റജി ചെറിയാൻ അവിടെ പ്രചരണം ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് വീണ്ടും ശക്തമായ വാദവുമായി അനിൽ ബോസ് രംഗത്തെത്തിയിരിക്കുന്നത്. സീറ്റ് ഏറ്റെടുക്കാത്ത പക്ഷം കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് പോകേണ്ടി വരുമെന്നും അനിൽ ബോസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. GK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.